നയങ്ങൾക്കെതിരെ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് 7 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. BMS ഒഴികെയുള്ള 10 തൊഴിലാളി സംഘടനകൾ സംയുക്തമായി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണമാണ്. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. KSRTC ചുരുക്കം ചില ദീർഘദൂര സർവീസുകൾ മാത്രമാണ് നടത്തുന്നത്. എറണാകുളം സൗത്തിൽ KSRTC ബസ് തടഞ്ഞു. പണിമുടക്ക് നേരിടാൻ സംസ്ഥാന സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. KSRTCയും ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു. നവമി, രാവിലെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. KSRTCയിൽ ഡയസ് നോൺ ഉണ്ട്. പക്ഷേ കൊച്ചിയിൽ നമ്മൾ കണ്ട ആദ്യത്തെ കാഴ്ച പുറപ്പെടാനൊരുങ്ങിയ ബസ് തൊഴിലാളികൾ തടഞ്ഞു നിർത്തിയിരിക്കുന്നതാണ്. KSRTC ഇല്ല, സ്വകാര്യ ബസ്സുകളില്ല. എത്രത്തോളം സാധാരണ ജീവിതം പൂർണ്ണമായും ഒരു സ്തംഭിച്ച നിലയിലേക്ക് മാറുകയാണോ? ശ്രീജ, ഗുഡ് മോർണിംഗ്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ച സമരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഞാനിപ്പോൾ KSRTC സൗത്ത് സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ കോഴിക്കോട്ടേക്ക് പോകേണ്ട KSRTC ലോ ഫ്ലോർ ബസ്സാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് സർവീസ് നടത്താൻ തയ്യാറാണെന്ന് ഇതിൻ്റെ ഡ്രൈവർ പറഞ്ഞുവെങ്കിൽ പോലും ഇത് സമരമായതിനാൽ ഇത് സർവീസ് നടത്താൻ പാടില്ല എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ സമരക്കാർ നൽകുന്നത്. നമ്മളിവിടെ ദൃശ്യങ്ങൾ കാണാം. ഇവരെ ബസ്സിന് മുന്നിൽ ഉപരോധിക്കുന്നത്. നമുക്ക് ഡ്രൈവറിനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, സമരമാണെന്ന് അറിഞ്ഞില്ലേ? സമരത്തിന് അനുകൂലിക്കുന്നവരല്ല ഞങ്ങൾ KST BMSന്റെ പ്രവർത്തകരാണ്. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് അവിടെ നിന്ന് 6 മണിക്ക് സർവീസ് വന്നാൽ ഇവിടുന്ന് പുലർച്ചെ 5 മണിക്ക് പോകേണ്ടതാ. പോകാൻ ഞങ്ങൾ വില്ലിങ്ങാണ്. പോലീസ് പ്രൊട്ടക്ഷൻ തന്നാൽ ഇപ്പോഴും ഞങ്ങൾ പോകാൻ വില്ലിങ്ങാണ്. പോലീസുകാരെന്താ പറയുന്നത്? പോലീസുകാർ ഒന്നും പറഞ്ഞില്ല. പോലീസുകാർ വിളിച്ചിട്ട് അവരിവിടെ ഒന്നും നിൽക്കുക ചെയ്ത് ബസ് തടഞ്ഞിട്ടിരിക്കുകയാണ്. തടഞ്ഞിട്ടിരിക്കുക, പോരാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ പ്രൊട്ടക്ഷൻ തന്നാൽ അന്നേരം ഞങ്ങൾ പോകും. 5 മണിക്ക് ഇവിടുന്ന് പോകേണ്ട സർവീസാണ്. കോഴിക്കോട് ഡിപ്പോയുടെ വണ്ടി അത് അനുവദിക്കില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ തരുവാണെങ്കിൽ ഞങ്ങൾ സർവീസ് പോകും. അതെ, ഞങ്ങൾ വില്ലിങ്ങാണ് പോകാൻ. ശ്രീജ, പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് സർവീസ് നടത്തുമെന്നാണ് ബസ് ഡ്രൈവർ പറഞ്ഞത്. BMSന്റെ പ്രവർത്തകൻ കൂടിയാണ്. എന്നാലും നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഈ ബസ് തടഞ്ഞു നിർത്തുന്ന ഒരു സാഹചര്യമാണ് പറയുന്നത്. തടഞ്ഞിട്ടില്ല, ബസ് തടഞ്ഞിട്ടില്ല. വണ്ടിയിൽ യാത്രക്കാരില്ലാത്ത കാരണം പോകുന്നില്ല. അവരുടെ അടുത്ത് 12:45 പൊക്കോളം പറഞ്ഞാണ്. രാത്രി പോകാൻ പറഞ്ഞിരുന്നു. രാത്രി 12:45 അന്നേരം യാത്രക്കാരുണ്ടായിരുന്നു പൊക്കോളം പറഞ്ഞു. അന്നേരം അവർ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു യാത്രക്കാരില്ലാത്തപ്പോൾ വണ്ടി പോകേണ്ട കാര്യമില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഇവിടെയൊന്നും ഒരു യാത്രക്കാർ പോലും ഇല്ല. കോഴിക്കോടേക്ക് 5 മണിക്ക് 5 മണിക്ക് അതിൽ ആരെങ്കിലും ഉണ്ട്? ഒരു യാത്രക്കാരുണ്ടെങ്കിൽ വണ്ടി പോകണമെന്ന് നിങ്ങൾക്ക് കുഴപ്പമില്ല. ഒരു യാത്രക്കാർ പോലും ഇല്ലാതെ വണ്ടി വെറുതെ പോകേണ്ട കാര്യമില്ലല്ലോ. അത് കാരണം വണ്ടി അവിടെ കിടക്കണേ. യാത്രക്കാരില്ലെങ്കിൽ ബസ് സർവീസ് നടത്താതിരിക്കുകയാണോ പതിവ്? ഒരു വണ്ടിയോ ഒരു യാത്രക്കാരോ ആരും സ്റ്റാൻഡിലില്ല. വന്ന വണ്ടികളിലൊന്നും ഒരു യാത്രക്കാർ പോലില്ല. വന്ന് ലോങ് സർവീസ് വണ്ടികളെല്ലാം ഞങ്ങൾ വിടുന്നുണ്ട്. ഒരു വണ്ടി തടഞ്ഞു വെക്കുന്നില്ല. യാത്രക്കാരില്ലാത്ത ബസ്സല്ലല്ലോ സർവീസ് നടത്തേണ്ടത്. യാത്രക്കാരില്ല. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം. ഇവിടെ ആകെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ചാനലുകാർ, ഞങ്ങൾ കുറച്ച് പേര്. യാത്രക്കാരായിട്ട് ആരെങ്കിലും ഇവിടെ കാണുന്നുണ്ടോ? യാത്രക്കാരില്ലല്ലോ. യാത്രക്കാരുള്ള വണ്ടികൾ വരുന്നുണ്ടല്ലോ, നമ്മൾ തടയുന്നില്ല. യാത്രക്കാരുള്ള വണ്ടികൾ, നേരത്തെ ഓടി വരുന്ന വണ്ടികളുണ്ട്. അവർ യാത്രക്കാരില്ലാതെ വെറുതെ രാഷ്ട്രീയ വിരാഗത്തിന് വേണ്ടി മാത്രം വണ്ടി പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഈ സമരം കേന്ദ്രത്തിനെതിരെയാണ്. ജനങ്ങൾ പൂർണ്ണമായിട്ടും, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും, നമ്മൾ പ്രത്യേകിച്ച് എറണാകുളത്ത് നമുക്ക് ഈ പരിസരം റോഡും കണ്ടാണ്, മുഴുവൻ ജനങ്ങളും ഈ സമരത്തിന് അനുകൂലിച്ച് കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരായി അതിൻ്റെ നിലപാടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീജ, അങ്ങനെയാണ് ഇവർ പറയുന്നത്. കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള സമരമാണ്. ഇപ്പോൾ ഈ KSRTC ബസ് തടഞ്ഞതും ഒരു രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി ബസ് സർവീസ് നടത്തണമെന്ന് പറയുന്നത് ശരിയല്ല. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ്. അതിനെല്ലാവരും സഹകരിക്കണമെന്നാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നതും. സർവീസ് ഒരു യാത്രക്കാരനെങ്കിലും ഉണ്ടെങ്കിൽ ഈ ബസ് സർവീസ് നടത്താൻ ഇവർക്ക് തടസ്സമില്ല. സർവീസ് നടത്താൻ തന്നെ അനുവദിക്കും. പക്ഷേ ഇത് ഒരു യാത്രക്കാരും ഇല്ലാതെ വീണ്ടും സർവീസ് നടത്തണമെന്ന ഇവരുടെ ഈ ഡ്രൈവർമാരുടെ വാശി, അത് അനുവദിക്കില്ല എന്ന് തന്നെയാണ് സമരക്കാരും പറയുന്നത്. കൊച്ചി നഗരത്തിൽ പൊതുവെ സമരം ശാന്തമായി തന്നെ തുടരുകയാണ്. എല്ലായിടങ്ങളിലും പോലീസിന്റെ ഒരു മേൽനോട്ടമുണ്ട്. എന്തെങ്കിലും അക്രമ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് പോലീസും രാവിലെ മുതൽ തന്നെ ഇവിടെ സജ്ജമാണ്. എന്തായാലും കൊച്ചിയിൽ ഈ KSRTC ബസ് തടഞ്ഞു എന്നത് ഒഴിവാക്കിയാൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ സ്റ്റാൻഡിലൊന്നും യാത്രക്കാരും തന്നെ
എത്തിയിട്ടില്ല. ഇത് സമരമാണെന്നറിഞ്ഞ് ആരും തന്നെ എത്തിയിട്ടില്ല. ദൂര സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഈ കർണാടക ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്ന ബസ് അത് ഇവിടെ തന്നെ കയറ്റിയിട്ടിട്ടുണ്ട്. അതിനും സർവീസ് അനുവദിക്കില്ല. യാത്രക്കാരെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും യാത്രക്കാർക്ക് ഇതുവരെയും റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ വൈറ്റില KSRTC സ്റ്റാൻഡിൽ നിന്നും ദീർഘദൂര സർവീസുകൾ രാവിലെ 8 സർവീസുകളാണ് അവിടെ നിന്ന് പുറപ്പെട്ടത്. അവിടെയും മറ്റ് അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഇതിപ്പോൾ BMS അനുകൂല സംഘടനകളാണ്, ഡ്രൈവർമാരാണ് ഈ KSRTC ലോ ഫ്ലോർ ബസ്സിലുള്ളത്. എന്തായാലും അവർക്ക് സർവീസ് നടത്തണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഇന്ന് സമരമാണ്. യാത്രക്കാരും ഇല്ലാത്ത സാഹചര്യത്തിൽ വെറുതെ ഒരു രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഈ സമരത്തെ പൊളിക്കുന്ന ഒരു നീക്കത്തെ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ സമരക്കാരും വ്യക്തമാക്കുന്നത്. ശ്രീജ, നാം ഈ സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നുണ്ടോ? ഇതിപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് വാർത്തകൾ കൊടുക്കുന്നു, ആളുകൾ വരില്ല. സ്വാഭാവികമായും വണ്ടിയില്ലെന്ന് കണ്ടാൽ ആരാണ് ബസ് സ്റ്റാൻഡുകളിലേക്ക് ഒക്കെ എത്തുക? അത് പക്ഷേ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന ആളുകൾ, സ്വകാര്യ വാഹനങ്ങൾ, ഒപ്പം മറ്റ് ചെറിയ വാഹനങ്ങൾ, ഇപ്പോൾ ഓട്ടോ പോലെയുള്ള വാഹനങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് കൊച്ചിയിൽ? ശ്രീജ, എന്തായാലും സ്വകാര്യ വാഹനങ്ങളൊക്കെ ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട്. എങ്കിൽ പോലും ഒരുപാട് ദൂരത്തേക്ക് ആരും പോകുന്നില്ല. അടുത്തിടങ്ങളിലേക്കൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് മാത്രം ചിലരൊക്കെ വണ്ടി എടുത്ത് പുറത്തിറങ്ങുന്നതാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണാം. പക്ഷേ അവരെ ഒന്നും തടയുന്നൊരു സാഹചര്യമില്ല ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിനുമൊക്കെ. പക്ഷേ ഓട്ടോ ഒക്കെ അല്പസമയം കഴിഞ്ഞ് എന്തായാലും ഈ സമരം ഒന്ന് ശക്തമാകുമ്പോഴേക്കും ആളുകൾ വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങളൊക്കെ ആയിട്ട് എടുത്തിറങ്ങാൻ ബുദ്ധിമുട്ടുമെന്നാണ് നമുക്ക് കരുതുന്നത്. കാരണം എന്തായാലും ഈ സമരക്കാർ ഈ സ്വകാര്യ വാഹനങ്ങളൊക്കെ തടയുമെന്നത് ഉറപ്പായിട്ടുണ്ട്. ഇപ്പോഴെന്തായാലും മറ്റ് അക്രമ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ഓൺലൈൻ കടകളൊന്നും തുറക്കുന്നില്ല. അതിപ്പോൾ ഈ സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ഇതൊന്നും ഫുഡ് ഡെലിവറി ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആളുകൾ വീട്ടിലിരുന്ന് അങ്ങനെ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് സംശയം. നമുക്ക് കുറച്ച് യാത്രക്കാരുണ്ട്. എവിടുന്ന? हिंदी महाराष्ट्र आई डोंट नो नहीं घूमने आए थे मुन्नार घूमने आए जाने का है बस नहीं मिल रही नहीं कन्याकुमारी से आए घूम के, पहले रामेश्वरम जाके आए थे कन्याकुमारी। अभी देख रहे प्राइवेट कुछ मिलता है कि नहीं। बस भी सब बंद है अभी। ये प्राइवेट कार बुकिंग करना है मगर वो भी बहुत महंगा पड़ रहा है, 5-6 हज़ार। हाँ रूम बुक किए ना जाने का हाँ गाड़ी नहीं। सुबह 6 बजे से इधर रुके हुए। हाँ अभी उधर होटल भी बुक किया है, 11 बजे का चेक टाइम है। हाँ मुन्नार में अभी तो जाने के लिए कुछ भी नहीं है, बस या ट्रेवल कुछ भी नहीं। उबर वाला 6,000 बोल रहा है 4 दिन के लिए। ശ്രീജ, അത് മൂന്നാർ പോകുന്നതിന് വേണ്ടി വന്നവരാണ്. എനിക്ക് ഹിന്ദി അറിയാത്തത് കൊണ്ട് നമ്മുടെ ക്യാമറമാൻ ധനീഷിന്റെ സഹായത്തോടു കൂടി അവരുടെ രക്ഷപ്പെട്ടത് ഞങ്ങൾക്ക് മനസ്സിലായി. കുഴപ്പമില്ല എന്തായാലും. പക്ഷേ മൂന്നാറിലേക്ക് പോകാൻ വന്ന യാത്രക്കാരാണ് അവർ. കന്യാകുമാരി, രാമേശ്വരം ഒക്കെ യാത്ര കഴിഞ്ഞ് വന്നതാണ്. പക്ഷേ നമ്മളെപ്പോലെയല്ല, 4 ദിവസത്തെ യാത്രയ്ക്ക് വന്നതാണ്. നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. രാവിലെ വണ്ടി ഒന്നും പുറത്തിറങ്ങുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ നമ്മളൊക്കെ വീട്ടിലിരിക്കുകയാണ്. പക്ഷേ ഇതുപോലെ പെരുവഴിയിലായ മനുഷ്യന്മാരാണ് ശരിക്കും പെട്ടുപോയത്. അവർക്ക് 11 മണിക്ക് മൂന്നാറിലെ ഹോട്ടൽ റൂമിൽ ചെക്ക് ഇൻ ചെയ്യേണ്ടതാണ്. പക്ഷെ ഒരു നിവൃത്തിയില്ല.